ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ടു ജുനൈദ് സാർ. ഓക്കെ, വളരെ സന്തോഷം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്രേറ്റ് MC ഹബീബ് സാർ ഗോയിങ് 80s ലീഡർ പരിചയപ്പെടുത്തി വളരെ പാഷനായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് എല്ലാ ജോലിയും വിട്ടെറിഞ്ഞ് ഇന്ന് ഫുൾ ടൈം ആയിട്ട് ഏകദേശം ചുരുങ്ങിയ സമയം കൊണ്ട് ഫുൾ ടൈം കരിയറിലേക്ക് മാറി ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഹബീബ് സാറ്. സോ നല്ലൊരു ഓൺലൈൻ കൈയ്യടി സാറിന് കൊടുക്കാൻ വളരെ ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടുത്തി. സോ എല്ലാവർക്കും വെരി ഹാപ്പി ആൻഡ് ലവ്ലി ഗുഡ് മോർണിംഗ് ടു ഓൾ ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സും നല്ലൊരു ശുഭദിനം സുപ്രഭാതം നേരുന്നു. ഒരുമിച്ച് എക്സൈറ്റഡ് ആണ്. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ വിശ്വാസത്തിലും നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വിശ്വാസിക്കും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളാണ്. ഒരേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ദിവസങ്ങളായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയുന്നത് ഒരിക്കലും അത് ശപിക്കപ്പെട്ടവനാണെന്ന് ഏതൊക്കെയോ ഗ്രന്ഥങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമാക്കണം, അല്ലെ? നമുക്കെല്ലാവർക്കും കഴിവുകളും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള എബിലിറ്റീസ്, എല്ലാവിധ സ്കില്ലുകളും അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളെക്കാൾ ഒരുപാട് കഴിവില്ലാത്തവർ, ഒരു പക്ഷേ അംഗവൈകല്യമുള്ള ആളുകൾ, ഒരുപാട് കഴിവുകളുള്ള ആളുകൾ, ഇവരൊക്കെ ഇന്ന് സീരിയസ്ലി ജീവിതത്തിൽ അവരുടെ അതിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് എല്ലാ കഴിവും എല്ലാം തന്ന നമ്മളെ ദൈവത്തിൽ എന്നും സ്തുതികൾ അർപ്പിക്കേണ്ടവരാണ്. സുസ്ഥിരഹങ്ങൾ വാനോളം പുകയത്തേണ്ട ആളുകളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ടു മൈ ഗോഡ് ഓൾമൈറ്റി who gave me this golden opportunity. അൽഹംദുലില്ലാ, ഈ ഒരു അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ എന്നും എണീറ്റ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയ ദൈവത്തിൽ സ്തുതികൾ അർപ്പിക്കുന്നു. അതേ സമയത്ത് നേരത്തെ ഹബീബ് സാർ സൂചിപ്പിച്ചു, എന്നെ പരിചയപ്പെടുത്താത്ത ആളുകൾക്ക് വേണ്ടി എൻ്റെ പേരും സ്ഥലം ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താം, ഒരുപക്ഷെ വൈകിയ ആളുകൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് ജുനൈദ് എന്നാണ്, വെങ്ങാടാണ് സ്ഥലം. ബേസിക്കലി സ്റ്റുഡന്റ് ആയിരുന്നു. സ്റ്റുഡന്റ് ആയിരിക്കെ തന്നെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് മാറി. ഇന്ന് ഈ അവസരം എന്റെ ഗുരുനാഥൻ ഇന്ന് ഈ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ അഡ്വൈസറി ബോർഡിലേക്ക് എത്തിയ ഗ്രേറ്റ് NTC ലീഡർ മിസ്റ്റർ ഇസ്മായിൽ സാർ ഫ്രം തയ്യാല സാറാണ് എന്റെ ഗുരുനാഥനായിരുന്നു. ഈ ഒരു അവസരം കേട്ട സമയത്ത് തന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥനായതുകൊണ്ട് വിശ്വാസപൂർവ്വം ഏറ്റെടുത്തു. അവരിൽ ഏറ്റെടുത്ത ഈ പ്രൊജക്ട് ഇന്ന് ഏകദേശം ഒരു 2-3 വർഷം കഴിഞ്ഞ സമയത്ത് ഈ ഒരു ബിസിനസ്സിലൂടെ STC റാങ്കിലേക്ക് എത്തി. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ റീജിയണൽ ടീം കൗണ്ടർ എന്ന് പറയുന്ന RTC റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഐ എം പ്രൗഡ്. കാരണം ഇന്ന് എന്റെ വ്യക്തിത്വത്തിലുള്ള ഏറ്റവും വലുത്, കാരണം ഞാനും നിങ്ങൾ എത്തിപ്പെട്ട ഈ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ടു ഗ്രേറ്റ് ഫൗണ്ടേഴ്സ് ഓഫ് SBG മിസ്റ്റർ മനോജ് സാർ, മിസ്സസ് ലത മനോജ്, രണ്ടാളുകൾക്കും ഹൃദയത്തിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കാരണം ഒന്നുമില്ലാത്ത ആളുകളെ ഒരു വ്യക്തമായ ഒരു ബിസിനസ് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനായിട്ടും ബിസിനസ് വുമണായിട്ടും വ്യക്തമായ രീതിയിൽ ഒരു പ്രൊഫഷണലിസ്റ്റോട് കൂടിയിട്ട് വളർത്തുന്ന ഒരു പെർഫെക്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷെ ഫാസ്റ്റസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആയി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സക്സസ്ഫുൾ ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ലതാ മാഡത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറിനും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കാരണം നമ്മളെപ്പോലത്തെ ഒരുപാട് ആളുകളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി രീതിയിലേക്ക് മാറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതേസമയത്ത് തന്നെ എൻ്റെ ഈ ബിസിനസ് അവസരത്തിൽ എന്നെ ഫസ്റ്റ് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് ഒരുപാട് ആളുകളുണ്ട്. അൽത്താഫ് സാർ, ഷുഹൈബ് സാർ, ഫൈസൽ സാർ ആൻഡ് ആൾസോ നിരവധി ലീഡേഴ്സ്, എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അതേസമയത്ത് എൻ്റെ കൂടെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ വിശ്വസിച്ച് ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ കൂടെ വന്ന ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ട്. അതേസമയത്ത് മറ്റു ഒരുപാട് ലീഡേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലവ് ലൈൻസ് എല്ലാവർക്കും ഹൃദയത്തിന് അടുത്ത് നന്ദി അറിയിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡാണ് ലോകത്ത് ഒരു മനുഷ്യനെ വിജയിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇൻ ശക്കർത്തും അസീദന്നക്കും ഇൻ കഫർത്തും ആദാബിൽ ശദീദ് എന്ന് പറയുന്ന ഖുർആനിക വചനം സത്യമാണെങ്കിൽ അത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ: നിങ്ങൾ നന്ദിയുള്ള ഒരു അടിമയായി മാറുക. നന്ദിയുള്ളവർക്ക് വീണ്ടും വീണ്ടും ദൈവികമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ചുരുക്കപ്പെടും. അതല്ല, നന്ദി കെട്ട വർഗമാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങളും അത് ദൈവത്തിൽ നമ്മൾ നന്ദി അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് കിട്ടുന്ന കാര്യത്തിന്, അല്ലെ? സോ ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ കൂടുതൽ വലിയ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ടീച്ചിങ് ട്രെയിനിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരാളായത് കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഒരു സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ വർഷങ്ങളോളം പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിലുള്ള പ്രസക്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മുമ്പിൽ സംസാരിക്കേണ്ട വിഷയം, ഇന്നൊരു ബിസിനസ്മാൻ ആയിട്ട് ഒരു ബിസിനസ് ഓണറായിട്ട് എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും, അല്ലെ? ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ ഞാൻ ചെയ്യേണ്ടത്, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് എനിക്ക് ഇതിലൂടെ സക്സസ് ആവാൻ പറ്റുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഇതിനുവേണ്ടി ചെയ്യേണ്ടത്? സോ വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ടും വളരെ
സിമ്പിൾ ആയിട്ടും സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് സിസ്റ്റം വെച്ചിട്ടുണ്ട് അല്ലെ. എസ്പെഷ്യലി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് നമ്മളൊക്കെ എന്നും പറയുന്ന ബെറി 007 സക്സസ്ഫുൾ ഗ്ലോബലിന്റെ സക്സസ് മന്ത്ര, വിജയമന്ത്രധ്വനികൾ എന്ന് പറയപ്പെടുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ 4 ബേസിക് എന്ന് പറയുന്ന ബേസിക് ആയിട്ട് ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നതിന്റെ ബേസിക് കാര്യങ്ങളായിട്ട് അറിയപ്പെടുന്ന 4 ബേസിക് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ്, ഒരു വ്യക്തിത്വത്തിന്റെ വികസനം അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം, അതേ സമയത്ത് ഒരു ബിസിനസ്മാൻ തന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ 5 ഫിംഗേഴ്സ് റൂൾസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ 16 കാര്യത്തോട് കൂടിയിട്ട് ഒരു കാരണവശാലും ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങളല്ല 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എല്ലാത്തിനെയും ക്രിസ്പായിട്ട് ഹ്രസ്വമായിട്ട് ഒരുക്കിയ നമ്മുടെ 3 നവേഴ്സ്, ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതെല്ലാം കൂടുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ലീഡർ നിങ്ങളിൽ ജനിക്കപ്പെടുന്നുണ്ട്. സോ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നില്ല, കാരണം ദൈവം മാത്രമാണ് പെർഫെക്റ്റ്. നമ്മളൊക്കെ മനുഷ്യരാണ്. ചെറിയ ചെറിയ പിഴവുകളൊക്കെ വരാൻ സംഭവിക്കാം. പക്ഷെ അതിനെ കൃത്യമായിട്ട് അത് അറിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, തിരിച്ചറിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ വരാറുള്ളത്. സോ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന വിഷയം 5 ഫിംഗേഴ്സ് ആണ്. എന്താണ് 5 ഫിംഗേഴ്സ്? അതിന്റെ വാക്യത്തിൽ തന്നെയുണ്ട് 5 പ്രധാനപ്പെട്ട കാര്യം. 5 ഫിംഗർ ആണ്, 5 വിരലുകളാണ്. ഈ 5 വിരലുകൾ സൂചിപ്പിക്കുന്നത് 5 പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് 5 പ്രത്യേകതയുണ്ട്. 5 പല കാര്യങ്ങളും അല്ലെ. ഇസ്ലാം കാര്യം 5, അങ്ങനെ തുടങ്ങി 5 വക്ത നിസ്കാരം മുതൽ എല്ലാ കാര്യങ്ങളും 5 അല്ലെ. സോ ഈ 5 എന്തൊക്കെയാണ് പ്രത്യേകതകൾ? 5 എന്ന് പറയുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നാമതാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഈ ഒരു ചെറിയ വിരൽ സൂചിപ്പിക്കുന്നത് ബുക്ക് റീഡിംഗ് ആണ് അല്ലെ. നമുക്ക് അറിയാൻ പറ്റും, നമ്മളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ബിസിനസ്സിൽ ഒരു വ്യക്തിയുടെ വികാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിലൂടെ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബുക്സ് എന്ന് പറയുന്നത്. ലോകത്ത് വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് പറയും പോലെ തന്നെ വായിച്ച് വളരെയാണ് ഏറ്റവും പ്രധാനമായ സംഭവം. കുഞ്ഞുണ്ണി മാഷ പണ്ട് പറഞ്ഞ ഒരു കൊട്ടേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് അത്രയേ ഉള്ളൂ, നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങളുടെ കഴിവിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതേ സമയത്ത് തന്നെ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത്. കാരണം ഒരു പക്ഷേ എഴുതിയ ഗ്രന്ഥരചയിതാവ് ആ എഴുത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മരണം അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ. മീൻസ് അല്ലെ, സാധാരണ നമ്മൾ സോണറ്റ് 116 ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ മരിക്കുകയാണ്, ഇനി ഇവിടെ നിന്നുള്ളൊരു റീഡർ ജനിക്കാൻ പോകുന്നുണ്ട്, എന്നിലൂടെ ജന്മം കൊള്ളുന്നുണ്ട് എന്ന് പറയുന്ന ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ പറയുന്നത് ഇത്രയേ പറയുന്നുള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് ആ രചയിതാവിനെ ആ വായനയിലൂടെ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. സോ അദ്ദേഹം നിർത്തിവെച്ച ആ ഒരു സെന്റൻസിലൂടെ നിങ്ങൾ ഒരുപാട് ചിന്തയിലേക്ക് ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ റീഡിങ് നിരവധി കാര്യങ്ങൾ നമ്മളിലേക്ക് തരുന്നുണ്ട്. സോ ബുക്കാണ് ഫസ്റ്റ് നമ്മളെ 5 ഫിംഗേഴ്സ് മെത്തേഡ്സിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ബുക്ക് റീഡിങ്സ് ആണ് അല്ലെ. ഇനി ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളാണ് വായിക്കുന്നത്? നമുക്ക് പരന്ന വായന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള വായനകളുണ്ട്. നമ്മളൊക്കെ സാധാരണ പത്രം വായിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ നോവലുകൾ വായിക്കുന്ന ആളുകളാണ്. ബാലരമ, മംഗളം മുതൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കോമഡീസ് ഒക്കെ നമ്മൾ സാധാരണ വായിക്കാറുണ്ട്. വനിത മുതൽ പല സംഭവം, മംഗളം, ഇതൊക്കെ നമ്മൾ ലേഡീസ് വായിക്കുന്ന ബുക്കുകളാണ്. ഇങ്ങനത്തെ നിരവധി ബുക്കുകൾ, ഒരു പരന്ന വായന നമ്മൾ സാധാരണ വായിക്കാറുണ്ട്. പക്ഷെ ഒരു ബിസിനസ്മാൻ, ഒരു ബിസിനസ് വുമൺ എന്താണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വായിച്ച് ഉൾക്കൊള്ളേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും എന്താണ് വായിക്കേണ്ടത് അല്ലെ. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്ന സമയത്ത് നമ്മൾ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ബുക്സുകളുണ്ട്. അതേ സമയത്ത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബുക്കുകളുണ്ട്. മൈൻഡ് സെറ്റ് ശരിക്കും സഹായിക്കില്ല എന്നുള്ളതല്ല, ബിസിനസ്സിനായിട്ട് വേറെ ബുക്കുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു അനവധി ബുക്കുകളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളർച്ച, നമ്മൾ തിങ്കിങ് ലെവൽ, ചിന്താഗതി വളർത്താൻ സഹായിക്കുന്ന ബുക്സുകൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുക്കാണ് നമുക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ബുക്കാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇന്ന് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു കോടീശ്വരനെ അദ്ദേഹത്തെ വളർത്തിയ ഒരു ബുക്ക് കൂടിയാണ് ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. കോടാനുകോടി ആസ്തി ഇന്ന് അദ്ദേഹത്തിന്റെ വൈഫ് കൂടി ഏൺ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ജീവിതം മാറ്റിമറിച്ച ഒരു ബുക്ക് കൂടിയാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് അല്ലെ. അത് മലയാള വിവർത്തനം കൂടി നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഏതൊരാൾക്കും വായിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബുക്കാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. നമ്മുടെ ചിന്താ ലെവലിന്, ചിന്താധാരയെ ഉണർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ വളർത്താൻ സഹായിക്കുന്ന ഒരു ബുക്കാണ് മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതും വളരെ പ്രശസ്തമായ ഒരു ബുക്കാണ്.
അതൊക്കെ എൻ്റെ കയ്യിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഒറ്റ 1 സെക്കൻഡ്. സോറി മൈ ഡിയേഴ്സ്, ഇതാണ് ഫസ്റ്റ് പറഞ്ഞ ബുക്ക്. കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നുണ്ട്. സോറി, മാജിക് ഓഫ് തിങ്ക് ബിഗ്. ഈ ബുക്ക് നമ്മളെ എന്ത് വില കൊടുത്തും വാങ്ങണം. കാരണം എന്ത് വില കൊടുക്കുന്നുണ്ട്, ഇതിന് വില കൊടുത്താൽ മതി, കൂടുതലും കൊടുക്കണ്ട. ഈ ബുക്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ മാജിക് ഓഫ് തിങ്ക് ബിഗ് എന്ന് പറയുന്ന ബുക്ക്. അതുപോലെ തന്നെ രണ്ടാമത് നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അല്ലെ, ഈ ഒരു ബുക്ക്. ഇത്തരം ബുക്സുകളൊക്കെയാണ് നമുക്ക്. ഇത് മാത്രമല്ല, യു ക്യാൻ വിൻ ഉണ്ട്, പല ബുക്കുകളാണ്. ഞാൻ പ്രധാനമായിട്ടും സൂചിപ്പിച്ച 2 ബുക്ക് എന്ന് പറയുന്നത് ബുക്സ് ആണ്. അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ വായിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അല്ലേ, അതേ സമയത്ത് നിങ്ങൾക്ക് വായിക്കേണ്ടത് കൂടി പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സോറി മൈ ഡിയേഴ്സ്. ഓക്കെ, ആമ ഓഡിബിൾ, ക്ലിയർ അല്ലേ, കാണുന്നില്ലേ? ഓക്കെ. സോ പ്രധാനമായിട്ട് നമ്മളെ ചിന്താധാരയെ ഉണർത്തുന്ന 2 ബുക്കുകൾ ഞാൻ സൂചിപ്പിച്ചു. അതിൽ തന്നെ യു ക്യാൻ വിൻ, ഷിവ് കെയറയുടെ യു ക്യാൻ വിൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വിജയിക്കാം, എങ്ങനെ വിജയിക്കാം, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്കും വിജയിക്കാൻ എന്നുള്ള ഒരുപാട് ബുക്സുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ലീഡേഴ്സുമായിട്ട് കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തി ഏതൊക്കെയാണ് ഞാൻ വായിക്കേണ്ടത്. കാരണം ഓരോ വ്യക്തിക്കും ഓരോ സമയത്ത് ഓരോ ബുക്കുകളാണ് അല്ലേ. കാരണം നിങ്ങൾ ലീഡേഴ്സ് പറയാറുണ്ട്, നിങ്ങളുടെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ നിങ്ങൾ അപ്ലൈൻസ് ആണ്, നിങ്ങൾ മെന്റേഴ്സ് ആണ്. അവരെന്താണോ പറയുന്നത് ആ ബുക്സ് ആണ് ആ സമയത്ത് വായിക്കേണ്ടത്. ഓക്കെ, അതല്ലാതെ നമ്മളുടെ സെലക്ഷനോട് കൂടി വായിക്കരുത്. കാരണം ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിയിൽ ആശ്രയിക്കേണ്ടി വരും, എസ്പെഷ്യലി ബിസിനസ്സിൽ. ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് നിരവധി ലീഡേഴ്സ് മുന്നേ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവരുടെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ അവർ വളർത്തുന്നത്. സോ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം, തന്നെ ഇഷ്ടപ്രകാരം ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഒരുപാട് കാലത്തോളം ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കണമെന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന ബുക്കുകളാണ് സൂചിപ്പിച്ചത് നമ്മളെ ചിന്താധാരയെ അല്ലെങ്കിൽ തിങ്കിങ് ലെവലിനെ ഹൈ ആയിട്ട് ഉയർത്താനും അത് നിങ്ങളെ ചിന്തിപ്പിക്കാനും സഹായിക്കുന്ന ബുക്സുകളാണ് ഈ പറയുന്ന മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, യു ക്യാൻ വിൻ. അങ്ങനെ ഒരു നിരവധി ബുക്സുകളുണ്ട്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ലീഡേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഏത് ബുക്സ് ആണോ വേണ്ടത് അതനുസരിച്ച് വായിക്കാം. രണ്ടാമതായിട്ടൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസിനെ കുറിച്ച് പഠിക്കാനും ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും ഈ ബിസിനസ്സിൽ എങ്ങനെ ജയിക്കണമെന്നും എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നും അതേ സമയത്ത് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും ഈ ബിസിനസിന്റെ കൾട്ട് എന്താണെന്നും ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യരുതാത്തതുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസിന്റെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ടീമിനെ നയിക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മീറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പറയുന്ന ബുക്സുകൾ ഉണ്ടാവാം. അപ്പൊ അതിലേറ്റവും പ്രധാനമായ ബുക്കാണ് നമ്മുടെ ദീപക് ബജാജിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വാങ്ങാൻ കോഡീഷൻ എന്ന് പറയുന്ന ഈ ബുക്സ്. ഓക്കെ, അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു സാധാരണക്കാരായാലും ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിക്ക് നിർബന്ധമായിട്ടും സ്റ്റാർട്ടിംഗ് ടൈമിൽ വായിക്കാൻ പറ്റുന്ന ബുക്കാണ്. കാരണം ഇദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് തന്റെ കരിയറൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്ന് ഇന്ന് നമ്മുടെ കമ്പനിയിൽ MI ലൈഫ് മാർക്കറ്റിംഗിൽ ഓർമ്മ ശരിയെങ്കിൽ ഡയമണ്ട്, ഒരു പക്ഷെ മാറിയേക്കാം റാങ്ക്, എന്റെ അറിവ് സമയത്ത് ഡയമണ്ട് റാങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദീപക് ബജാജ്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായുള്ള ബുക്കാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗോട് നിങ്ങൾക്ക് വാങ്ങാൻ കോഡീശ്വരം എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്സ് എന്താ ചെയ്യുക, ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളും ഇതുപോലെ ദീപക് ബജാജിനെ പോലെ അല്ലെങ്കിൽ പോലും വ്യത്യസ്ത മേഖലയിൽ നിന്ന് വ്യത്യസ്ത ഏരിയയിൽ നിന്ന് ഒരു പക്ഷെ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ഒരു പ്രവാസിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ചുമട്ട് തൊഴിലാളിയോ അല്ലെങ്കിൽ തേപ്പുകാരനോ പെയിന്റിംഗ് അങ്ങനെ തുടങ്ങി നിരവധി ജോലിക്കാരായിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നതാണ്. ഒരു പക്ഷെ എഡ്യൂക്കേറ്റർ ആവാം, നോൺ എഡ്യൂക്കേറ്റർ ആവാം, ഒരുപക്ഷെ എഡ്യൂക്കേഷന്റെ അപാര ലോകത്തിലെ ആളുകളാവാം, ഒരുപക്ഷെ എഞ്ചിനീയർമാരാവാം, ഡോക്ടർമാരാവാം, ടീച്ചർമാരാവാം. നിരവധി മേഖലയിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനുള്ള ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് സാധാരണ ജനിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ പഠിച്ചത് വലുത്, ഞാൻ തന്നെയാണ് വലുത്, ഞാൻ തന്നെയാണ് ലോകത്ത് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ദീപക് ബജാജിനും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. കാരണം അദ്ദേഹം 18 ലക്ഷത്തോളം ബജാജ് ഇതിൽ നിന്ന് ബജാജിന്റെ ലോകത്ത് നിന്ന് അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് ആ ബിസിനസ്സിലൂടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അതിന്റെ മറ്റു ഇതര മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് സാലറീഡ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നിരവധി പൊട്ടത്തരങ്ങൾ, ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടത്തരങ്ങളാണ് മൂപ്പർ കാട്ടിക്കൂട്ടിയത്.
കാരണം മറ്റു ബിസിനസ്സിൽ പ്രവർത്തിച്ച പോലെ ഈ ബിസിനസ്സിലും വന്ന് പ്രവർത്തിച്ചു. പക്ഷെ പിന്നീടാണ് ഈ ബിസിനസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും ഒരു പ്രോപ്പർ മെന്റർഷിപ്പിലൂടെ കൃത്യമായിട്ട് പോകണമെന്നും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു മെന്റർഷിപ്പിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ബിസിനസ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയതും അദ്ദേഹം സംഭവിച്ച പൊട്ടത്തരങ്ങളും രണ്ടും കൂടിയാണ് ഈ ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പൊട്ടത്തരങ്ങൾ മാറ്റിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഈ ബുക്ക് സഹായിക്കും. ഇതാണ് ഒരു ബുക്ക്. രണ്ടാമതൊരു ബുക്ക് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് 21ാം നൂറ്റാണ്ടിലെ വിപ്ലവം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അലൻ പി എസ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഗ്രന്ഥരചയിതാവ് എഴുതിയ ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. നിരവധി ബുക്സുകൾ വേറെയും ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ലീഡേഴ്സുമായിട്ടിരുന്ന് എന്തൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത്. ബിസിനസ് സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന മറ്റു ബുക്കുകളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. കാരണം നമ്മുടെ ഈ ബിസിനസ്സിനെ സഹായിക്കാൻ നിങ്ങളെ പറ്റുന്ന നിരവധി ബുക്സുകൾ. ഓക്കെ, അപ്പൊ ഇത്തരം ബുക്കുകളൊക്കെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു വ്യക്തമായിട്ട് ഒരു ധാരണ കിട്ടും. എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം, എങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങണം, എന്റെ ചിന്താ ലെവലിൽ എങ്ങനെ ഉയർത്താൻ പറ്റും, എന്റെ ഇന്നത്തെ രീതി എന്തല്ല. കാരണം മനുഷ്യന്റെ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റ് ആണ്, അല്ലെ? ഒരു മനുഷ്യർക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലാണ്, അതായത് കംഫർട്ട് സോണിലാണ്, അല്ലെ? നമുക്ക് അതിലപ്പുറം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം എന്താണ്, നമ്മളെ ചിന്ത അത്രയേ എത്തുന്നുള്ളൂ. കാരണം നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ പക്ഷെ അടക്ക കച്ചവടക്കാരോ അല്ലെങ്കിൽ തേങ്ങ കച്ചവടക്കാരോ അല്ലെങ്കിൽ നമ്മളെ പരമ്പരയായിട്ട് നമ്മൾ ഗൾഫുകാരോ അല്ലെങ്കിൽ ആരുടെ നിരവധി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഫാമിലി അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് അതിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ട്. ഗ്രോത്ത് ചെയ്യുന്നില്ല, ഗ്രോയിങ് ചെയ്യുന്നില്ല, ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ്. അപ്പൊ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് ഓഫ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, യു ക്യാൻ വിൻ പോലത്തെ പല പല ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാം. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ലീഡർഷിപ്പിനെ വളർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് 5 ഫിംഗേഴ്സ് റൂൾസിൽ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന നമ്മൾ ചെറുവിരൽ സൂചിപ്പിക്കുന്ന ഒരു സിസ്റ്റം. രണ്ടാമതായി പറയുന്നത് ഓഡിയോസ്, വീഡിയോസ് ആണ്, അല്ലെ? പലപ്പോഴും ഈ വാട്സപ്പ് ഒക്കെ ഒന്ന് ഇത് കൂടിയപ്പോ, ഒന്നുകൂടി അപ്ഡേഷൻ കൂടിയപ്പോ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വോയിസും 2 ഇൻറ്റു ഇട്ടടിച്ചാൽ വെക്കും, അല്ലെ? നിങ്ങളെ പല ലീഡേഴ്സും പറയുന്ന ചില വോയിസുകളൊക്കെ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇൻറ്റുമാർക്ക് ഇട്ട് കേട്ടാൽ ഒരു പക്ഷെ ഒന്നും തിരിയില്ല. പണ്ടാരെ പറയും പോലെ തന്നെ നമ്മൾ പാണ്ടിലോർക്ക് താഴെ പെടുന്ന തവള പോലെയാണ്, അല്ലെ? അതിന് പിന്നെ തെരഞ്ഞാ പോലും കാണും. ഇതേപോലെ ചില വോയിസുകൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസുകൾ ഇത് ആർക്ക് വേണ്ടിയിട്ട് അയക്കുന്നതാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് ലീഡർ. അപ്പൊ കാരണം അനിൽ സാർ, അൽതാഫ് സാറ്, ഇസ്മാൽ സാറ്, അതുപോലെ തന്നെ നിരവധി ലീഡേഴ്സ് ഈ മീറ്റിംഗ്, നിങ്ങളൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ STC പോലെ ലീഡേഴ്സ്, അതുപോലെ തന്നെ ഫോണ്ടേഴ്സ് ഫാമിലി, ഒരു പക്ഷേ TC ലീഡേഴ്സ്, GTC ലീഡേഴ്സ്, ഇവരൊക്കെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ടീമിലൂടെ, നിങ്ങൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് വോയിസുകൾ അയക്കുന്നുണ്ടാവും. അതിലൊക്കെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങളും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വോയിസുകളാണ്. ഈ വോയിസുകൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രചോദനമായേക്കാം, പല കാര്യങ്ങൾ കൊണ്ടും ഒരു പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വോയിസുകളായേക്കാം. അപ്പൊ ഈ വോയിസുകൾ നിങ്ങൾ കേൾക്കണം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ വളർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഓഡിയോസ്, അല്ലെ? കാരണം നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുടെ പേരാണ് ലീഡർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അറിയുന്ന കാര്യങ്ങൾ പോലും അറിവില്ലായ്മ നടിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന്റെ പേരുമാണ് ലീഡർ. രണ്ടും ലീഡറാണ്. അപ്പൊ ഈ ലീഡേഴ്സ് പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണമെങ്കിൽ ആദ്യം വോയിസുകൾ കേൾക്കണം. അതും നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. രണ്ടാമതായിട്ട് അതിൽ തന്നെ പറയുന്നത് വീഡിയോസ് ആണ്. ഏതൊക്കെ തരത്തിൽ വീഡിയോസ് കാണണം? നമ്മൾ പല റീൽസും കണ്ട ആളുകളാണ്, പല റീൽസും കാണുന്ന ആളുകളാണ്, സീരിയൽ കാണുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പം പറയുന്നത് എല്ലാ വീഡിയോസും കാണും. പക്ഷെ ഈ ബിസിനസ്സിനെ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോസ്, എസ്പെഷ്യലി നിങ്ങളെ ചിന്താ ലെവലിനെ ഉയർത്താൻ പറ്റുന്ന, നിങ്ങൾ ഇൻസ്പിറേഷൻ കൊള്ളിക്കുന്ന, മോട്ടിവേറ്റഡ് ആക്കുന്ന വീഡിയോസ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാൻ പറ്റും ലോകത്ത് ജയിച്ച ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ച് ഒരുപാട് വലിയ വലിയ ദുരന്തങ്ങളിലൂടെ വന്ന് ഇന്ന് ബിസിനസ്സിൽ തന്നെ വളർന്ന വലുതായ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ പ്രായം കൂടിയ ആളുകളുണ്ട്. നമുക്കറിയാം ഏറ്റവും ലീല ഗ്രൂപ്പിന്റെ ഓണറൊക്കെ പ്രായം കൂടിയ വ്യക്തിയാണ്, KFCയുടെ MD, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ. മീൻസ് ഇവരൊക്കെ നമുക്ക് പ്രചോദനമാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ യൂസഫ് അലി സാഹിബ്, അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും അംബാനി, അദാനി ഗ്രൂപ്പിലെ ആളുകൾ, മീൻസ് ഇലൻ മസ്ക്, നിരവധി ആളുകൾ, അവരൊക്കെ ഹിസ്റ്ററീസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു കാഴ്ച. രണ്ടാമതായിട്ട് നമ്മൾ ഈ മൈ ലൈഫ് സ്റ്റൈലിൽ തന്നെ നിരവധി ലീഡേഴ്സ് ഉണ്ട്, അല്ലെ? സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നിരവധി സ്ട്രഗിൾ അനുഭവിച്ചു. ഉദാഹരണം മുബീൻ സാറ്, നമ്മളെ മനോജ് സാർ തുടങ്ങി നിരവധി ലീഡേഴ്സ്. മീൻസ് നമ്മൾ ഈവൻ നമ്മൾ NTC പോലെ ലീഡർമാർ അല്ലെങ്കിൽ RTC പോലെ ലീഡേഴ്സ് ഒക്കെ, ഇവർക്ക് ഹിസ്റ്ററി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ.
അതുപോലെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് മറ്റു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലൂടെ ജയിച്ച നിരവധി ലീഡേഴ്സ്, ഡയമണ്ട്സ്, ബ്ലൂ ഡയമണ്ട്സ്, നമുക്കറിയാൻ പറ്റും നമ്മളെ മോഹനൻ സാർ അല്ലെ. അദ്ദേഹത്തിന് ഏറ്റവും നല്ല പ്രചോദനമായിട്ട് വാക്കുകളാണ് എന്ത്, അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. ഞാൻ പറയുന്നത് ഏറ്റവും പ്രചോദനമായ, എനിക്ക് ഏറ്റവും കൂടെ അന്ന് നെഞ്ചത് കുത്തിയ വാക്കാണ്, എന്റെ അമ്മ കാലുകുത്തി എല്ലാ ഭൂമിയും വാങ്ങി എന്ന് പറയുമ്പോൾ അതൊരു പിരാന്തല്ലേ? അത് ഏതിലൂടെ? മൈ ലൈഫ് സ്റ്റൈലിലൂടെ. ഇതൊരു പ്രചോദനമാണ് നമുക്ക്. കാരണം ഇന്നത്തെ ആൾക്കാർ മൈ ലൈഫ് ഉണ്ട്, നമ്മളും അവരും ഐഡി അടിച്ചത് ഒരുപോലെ തന്നെയാണ്, സൈൻ ചെയ്ത് ഒരേ പേപ്പറിലാണ്. ഐഡി അടിച്ചപ്പോൾ കിട്ടിയത് 10 ഐഡി നമ്പറാണ്, ചെറിയ അക്കങ്ങൾ വ്യത്യാസം ഉണ്ടാവും അല്ലെ, ഒക്കെ ഒന്നാണ്, സെയിം ആണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവർ ബിസിനസ് ഏറ്റെടുത്തു, നമ്മൾ ഏറ്റെടുക്കുന്ന കുറച്ച് വൈകി. നമുക്ക് പല കാരണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമുക്ക് പറയാൻ നിരവധി കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, കാരണം പറഞ്ഞു തന്നവന് ലോകമല്ല വിജയിച്ച ലോകം അല്ലല്ലോ. എക്സ്ക്യൂസൈഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് മനോജ് സാറ് വളരെ ഗംഭീരമായിട്ട് നിരവധി ഹൈ ഫ്ലയേഴ്സിലൊക്കെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. എക്സ്ക്യൂസൈറ്റ് എന്ത് പറഞ്ഞാലും എക്സ്ക്യൂസസ്. ഞാൻ പറഞ്ഞ ഉദാഹരണം, ഞാൻ ഈ 5 ഫിംഗേഴ്സ് റൂൾസ് പറയുമ്പോൾ ചില എക്സ്ക്യൂസസ് ഉണ്ടാവും. സാറേ അതിനൊക്കെ എപ്പോഴാണ് ടൈം കിട്ടുക? ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരനായ വ്യക്തിയുടെ പേരാണ് ഇലൺ മസ്ക്. ഈ വ്യക്തി ലോകത്ത് 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹത്തിന് സമയം ബാക്കിയാണ്. ചോദിക്കുന്ന അത്രയേ ഉള്ളൂ. നമുക്കും അദ്ദേഹത്തിന് ദൈവം തന്ന സമയം 24 മണിക്കൂർ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മുടെ ജീവിതം ഷെഡ്യൂൾഡ് അല്ല. നമ്മുടെ ജീവിതം ഒരു ടൈം ടേബിൾ അല്ല, ഒരു ടൈം ഷെഡ്യൂൾഡ് അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്കറിയാൻ പറ്റും. 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും. ഒന്ന്, നമുക്കറിയാം ഇമ്പോർട്ടന്റ്, നൺ അർജന്റ്, അല്ല ഇമ്പോർട്ടന്റ് അർജന്റ്, ഇമ്പോർട്ടന്റ് നൺ അർജന്റ്, അർജന്റ് നൺ ഇമ്പോർട്ടന്റ്, നോൺ അർജന്റ് നൺ ഇമ്പോർട്ടന്റ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ എന്താ വേണ്ടത്, കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഇതൊന്നും നമുക്കൊരു ഷെഡ്യൂൾഡ് അല്ല. നമ്മുടെ ജീവിതം ശരിക്ക് അൽത്താഫ് സാർക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു എന്തോ സാധനം പായും പോലെയാണ് അല്ലെ. ഇത് മാറ്റണം, ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തണം. ചിട്ടപ്പെടുത്തിയ വ്യക്തിക്ക് സമയം ഒരുപാടുണ്ടാവും. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പൊ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. എങ്ങനെ ജയിക്കാം, എങ്ങനെ അതിജയിക്കാം, എങ്ങനെ ജീവിതത്തിൽ ഒന്നുകൂടി ഉഷാറായിട്ട് നമുക്ക് ഉയർത്തി ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി ചെയ്തു വരണം. പല ചിന്തകളും തരുന്ന ഒരു സംഭവമാണ് വീഡിയോസ്. അതുകൊണ്ട് തന്നെയാണ് 5 ഫിംഗേഴ്സ് റൂൾസിൽ ഈ പറയുന്ന മൂതര വിരലായിട്ട് എണ്ണിയ ഓഡിയോസും വീഡിയോസും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ 2 കാര്യം പറഞ്ഞു, ഒന്ന് ബുക്ക് റീഡിങ്, 2 ഓഡിയോസ് വീഡിയോസ്. ഏതൊക്കെ ഓഡിയോസും വീഡിയോസും കാണുന്ന സിസ്റ്റർ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ലീഡേഴ്സുമായി സംസാരിച്ച് അവരെന്താണോ കൽപ്പിക്കുന്നത്, എന്താണോ സജസ്റ്റ് ചെയ്യുന്നത്, അത് മാത്രം ചെയ്യുക. ഒരിക്കലും ഞാനിവിടെ പറഞ്ഞത് മാത്രം നിങ്ങൾ വിഴുങ്ങാൻ നിൽക്കരുത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അരിപ്പ് കൊണ്ട് അരിച്ചെടുത്ത് നിങ്ങൾ ലീഡർമാരുമായി ചേരുന്ന സംസാരിച്ച് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നെർച്ചർ ചെയ്ത് കണ്ട് ഉപയോഗിക്കണം. ഓക്കെ, മൂന്നാമതായി പറയുന്നത് നമ്മള് 5 ഫിംഗേഴ്സിലെ ഇതിൽ ഏറ്റവും വലിയ വിരലാണ് നമ്മൾ നടുവിരൽ. ഈ നടുവിരൽ സൂചിപ്പിക്കുന്നത് ഫങ്ഷൻസ് ആണ്, പ്രോഗ്രാംസ് ആണ്. ഫങ്ഷൻസ് മീൻസ് കല്യാണം തക്കാരെന്നല്ല, ഐ മീൻസ് പ്രോഗ്രാംസ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളെ ചിന്താശേഷി ഉയർത്തുന്ന, നിങ്ങൾക്ക് ഒരുപാട് നോളജുകൾ, ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ആരെ കാണണം, എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ ചെയ്യും. ഉദാഹരണം, നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു പ്രോഗ്രാമാണ് FSS എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്സ് ടു സക്സസ് എന്ന് പറയുന്ന ബെല്ലി സാർക്ക് നടന്ന ഒരു പ്രോഗ്രാം. ബെല്ലി സാറ് ഗസ്റ്റായി വരുന്നത് ടോട്ടൽ മൈ ലൈഫിൽ ആളുകൾ നടത്തുന്ന പ്രോഗ്രാമാണ്. ഐ മീൻസ് ആ പ്രോഗ്രാം കോട്ടകളുണ്ട്. അതിൽ ഒരു ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ജയിക്കേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ വിജയിക്കണം, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ. അതാണ് ഇൻഷാല്ലാ നാളെ രാവിലെ കൃത്യം 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം അൽത്താഫ് സാറിനെ പൊക്കും. അവിടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം ടിക്കറ്റ് കഴിഞ്ഞിരിക്കണേ. അതുകൊണ്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ആൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതുപോലെ നിരവധി പ്രോഗ്രാംസ് നമ്മൾ ലീഡർമാർ വെക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ NDO പ്രോഗ്രാമുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർക്ക് നിർബന്ധമായിട്ടും ഒരു 8 NDO നിർബന്ധമായും പങ്കെടുക്കണം. അതിനുശേഷം ഓട്ടോമാറ്റിക് പങ്കെടുത്തോളും. 8 NDO നിർബന്ധമായും പങ്കെടുക്കണം. ഞാൻ പറയാൻ കാരണം, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ GTS എന്ന് പറയുന്ന ഗേറ്റ് വേ ടു സക്സസ് എന്ന് പറയുന്ന പ്രധാന പ്രോഗ്രാം കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വളർച്ചയെ വലുതാക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദ്യചിഹ്നത്തിന് മുമ്പിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ് NDO എന്ന് പറയുന്നത്. ഓക്കെ, അതിലാണ് സിസ്റ്റം പഠിപ്പിക്കുന്നത്, അതിലാണ് ഒരു ബേസിക് ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് ചെയ്യേണ്ടതെന്നും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് എങ്ങനെയാണ് ഉയരേണ്ടതെന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാം. അവിടെ നിങ്ങൾ പുതിയ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യണം, ഓരോ ആഴ്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെല്ലണം. അതുപോലെ തന്നെ വേറെ പ്രോഗ്രാമാണ് RTP, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. RTP എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളെ മൈൻഡ് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ മൈൻഡിൽ ഒരു കാര്യം 24 hour അതിന്റെ അന്തസത്തയായി നിൽക്കുന്നുള്ളൂ, പിന്നീട് അത് വാഷ് ഔട്ട് ആവും. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സർക്കംസ്റ്റൻസസ് അല്ലെ,
നമ്മുടെ സറൗണ്ടിങ്സ്, ഇതൊക്കെ എന്തുണ്ട് സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. നമ്മളെ ഫാമിലീസ്, നമ്മളെ ഒരു പക്ഷേ പോസിറ്റീവ് ഉണ്ടാവാം. ഒരു ഭൂരിഭാഗം ആളുകളും സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ബിസിനസ് ഏറ്റെടുത്ത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നെഗറ്റീവ് ആയിരിക്കും കൂടുതലും കേൾക്കുന്നത്. നമ്മളെ സുഹൃത്തിൽ നിന്നോ ഫാമിലി ഫ്രണ്ടിൽ നിന്നോ ഒക്കെ കേൾക്കാം. അപ്പൊ ഇത്തരം കേൾക്കുന്ന സമയത്ത് അതിനെ വീണ്ടും ഒന്ന് റീമോട്ടീവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ചിന്താശേഷി ഉൾക്കൊള്ളിക്കാൻ വീണ്ടും ഒരു പ്രോഗ്രാം വരണം. പക്ഷെ RTP എന്ന് പറയുന്നത് 2 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ശരീരവും ഒക്കെ അവിടെ എന്താ പറയാ ഒരു ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് RTP. അപ്പൊ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ മൈൻഡ് ക്ലിയർ ചെയ്ത് ഒരു ബിസിനസ് മാൻ മൈൻഡിലേക്ക് ചിന്തിക്കാനും ഒരുപാട് ഞാൻ സാധാരണ RTP പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്, നമുക്ക് നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ശൈത്താന്മാരൊക്കെ അങ്ങോട്ട് വരില്ല അല്ലെ, ജിന്നും ശൈത്താനൊക്കെ അവിടെ ഉണ്ടാവില്ല. കാരണം അവിടെ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പൊ ഒരേ ലെവലിലേക്ക് ചിന്തിക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവില്ല, ശൈത്താനിയത്തും ഇബിലീസും ഒന്നും വരില്ല. അപ്പൊ എന്താവും, സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, നല്ല അറിവുകൾ കിട്ടും. ഓക്കെ, കാരണം നമ്മുടെ പേരെ പോകുമ്പോൾ കുറെ ശൈത്താന്മാരുണ്ടാവും, നാട്ടിൽ പോകുമ്പോൾ കുറെ ശൈത്താന്മാരുണ്ടാവും. അപ്പൊ അതൊക്കെ മാറി ഒന്ന് ചിന്തിക്കാനും ചിന്തയെ ഉണർത്താനും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് RTP. അപ്പൊ ഈ RTPയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് വില കൊടുത്തും പങ്കെടുക്കുന്ന ലീഡർമാർ നടന്ന RTPകളുടെ. സോ അതൊരു പ്രോഗ്രാമാണ്. പിന്നൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ. ഉദാഹരണം ബെറിയുടെ, അതുപോലെ തന്നെ ബെറി ബ്ലാസ്റ്റ് പോലത്തെ പ്രോഗ്രാമുകൾ, SBG വെക്കുന്ന പ്രോഗ്രാമുകൾ, അതുപോലെ നിങ്ങൾ ടീം മെമ്പേഴ്സ് വെക്കുന്ന നിങ്ങൾ ടീം ലീഡേഴ്സ്, ഉദാഹരണം നിങ്ങൾ CTC, നിങ്ങൾ NTC, നിങ്ങൾ STC എന്റെ ബോ ലീഡേഴ്സ് ഒക്കെ വെക്കുന്ന പ്രോഗ്രാമുകൾ, നിങ്ങൾ തന്നെ വെക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരു പൊതുവെ പറയുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ എന്താണ്? സെലിബ്രേഷൻ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണ്, ഉപകാരങ്ങൾ? കാരണം ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിലൂടെ നിരവധി ആൾക്കാർ ഉണ്ടാവുന്നുണ്ട്, ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞത്, ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ തിരൂരായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തിരൂർ ഭാഗത്തായിരുന്നു ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇപ്പൊ തിരൂർ ഭാഗത്ത് പൊതുവെ അന്ന് റഫീഖ് സാറൊക്കെ കൊടുത്തിരുന്ന സംഭവം, റഫീഖ് സാർ, അൽത്താഫ് സാർ, നിരവധി ലീഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ അന്ന് ഒരു ബെറി സ്റ്റാറിനെ കൊടുത്തിട്ട് ചെറിയൊരു പുഗ് അല്ലെങ്കിൽ പൂവ് എന്ന് പറയാൻ പറ്റും, ഒരു ചെറിയ പൂവ്, ഒരു ചെറിയ പൊക്ക്. ഈ പൂവ് കിട്ടാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം സ്റ്റാർട്ടിംഗ് ടൈം മുതൽ ഒരു ബെറി സ്റ്റാർ ആവാൻ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ബെറി സ്റ്റാറിനെ വിളിക്കുമ്പോൾ സ്റ്റേജിലേക്ക് വണ്ടി കയറും, ഓടി കയറി അവിടെ ഈ പൂ വാങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കും, പഠിച്ചാണ് എന്നാ എനിക്കൊരു പൂ കിട്ടുക. കാരണം അത് ഭയങ്കര ഒരു സ്റ്റാർട്ടിംഗുകാർക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ നമ്മൾ STC കമ്പി എന്ത് ബുക്ക് ഇതിപ്പോ തോന്നുന്നതാണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് സമയത്തോളം ഒരു പൂവല്ല, അവന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഒരു റെക്കഗ്നിഷൻ അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് കാണുന്ന സമയത്തും ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഉൾപ്രേരണ അല്ലെങ്കിൽ ഒരു ചിന്താശേഷി കൂട്ടുന്നത്, നമുക്കൊരു ഒരു ഉഷാറാകണം എന്നുള്ളൊരു സ്വയം തോന്നൽ അല്ലെ, സ്വയം അല്ലെ, ഈ രീതിയിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് ഉത്തേജിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് സെലിബ്രേഷൻ പ്രോഗ്രാമുകളും പല ആളുകളെയും മോട്ടീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെലിബ്രേഷൻ പ്രോഗ്രാമുകളിലേക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം, നിങ്ങൾ ടീമിനെ പങ്കെടുപ്പിക്കണം. ഇതാണ് ഒരു സംഭവം. പിന്നെ കോർ ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങളെ ടീമിൽ ഫോക്കസ് ലീഡേഴ്സ് ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ലീഡർഷിപ്പ്, അതായത് ഒരു പക്ഷേ TC എന്റെ പോലെ അല്ലെങ്കിൽ DTC എന്റെ പോക്ക് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ടീമിൽ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ആക്റ്റീവായ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലീഡർമാർ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതിലെന്ത് ചെയ്യണം, നിങ്ങൾ പങ്കെടുക്കണം. അത് പറയാൻ കാരണം പ്രോഗ്രാംസ് നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഈ ബിസിനസ് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോഗ്രാംസ്. കാരണം നമ്മൾ എനർജി ലെവലിനെ ഒരേ രീതിയിൽ കൊണ്ടുപോകാനും ഹൈ ലെവലിലേക്ക് ഉയർത്താനും പറ്റുന്ന സംഭവമാണ് പ്രോഗ്രാംസ്. സോ എന്ത് വില കൊടുത്തും പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിർബന്ധമായിട്ട്, ഒരു പക്ഷേ ആദ്യ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അയാൾ പിരാഗി പറയും അല്ലെ, പണ്ടാര കാലം വിളിക്കണമെങ്കിൽ ഫോൺ അങ്ങനെ എടുക്കുന്നത് പറയും. പക്ഷെ പിന്നീട് ഇതേ വ്യക്തിയുടെ വായിലൂടെ പുകയറ്റി പറയുന്ന വ്യക്തിത്വമായിട്ട് ആര് മാറിയിട്ടുണ്ടാവും, പിന്നീടുള്ള കാലം ലീഡർ മാറിയിട്ടുണ്ടാവും. സോ ആദ്യമൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരും വലിച്ചുകൂട്ടി എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ ഒരു ടിക്കറ്റ് സെല്ലർ ആവണം. കാരണം ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് സാറുമാർ ചോദിക്കുമ്പോൾ, നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ സാറ് ചോദിക്കും എത്ര ടിക്കറ്റ് വാങ്ങാൻ ചോദിക്കുമ്പോൾ അയച്ചുമു, നബീസു, ഖദീജു ഇങ്ങനെ എണ്ണാൻ തുടങ്ങും അല്ലെ. ഇതല്ല പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം പറയുമ്പോൾ സാർ ഒരു 100 ടിക്കറ്റ് എനിക്ക് വേണം, ഇത് പറ ഗഡ്സ് അത് കാണിക്കണം. 50 ടിക്കറ്റ് വേണം സാർ. ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ പോലും ഒരു പ്രോഗ്രാം വരുമ്പോൾ മിനിമം 10 ടിക്കറ്റ് എങ്കിലും ബുക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. കാരണം നിങ്ങളൊരു കാര്യം ഏറ്റെടുത്തപ്പോൾ, ഉദാഹരണം എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ സാധാരണ കാർ എപ്പോഴും എടുക്കരുത് അറിയോ, പൈസക്ക് ആയിട്ട് നമ്മൾ പണ്ടത്തെ വിചിന്തനം. ഓക്കെ, പണ്ടത്തെ ചിന്താശേഷി എങ്ങനെയാണ്, കുറെ പൈസ ആയിട്ട് കാർ എടുക്കണം, കുറെ പൈസ ആയിട്ട് പെര കയറ്റണം അല്ല വീട് കയറ്റണം. ഇത് ജന്മത്തിൽ നടക്കൂല, ഉറപ്പല്ലേ? അത് നിങ്ങൾ പ്രവാസിയാണെങ്കിൽ നിങ്ങൾ വീട് കയറ്റി കിട്ടുന്ന പൈസ കൊണ്ട് തറക്കല്ലിട്ടു അല്ലെ, ലിൻഡിൽ വാർപ്പ് കഴിഞ്ഞു, അങ്ങനെ പെര കയറ്റുന്നത്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഫസ്റ്റ് കാർ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കൂട്ടിന്ന് കുറെ പൈസ ആയിട്ട് കാർ എടുക്കണം, എങ്ങനെ അൾട്ടോ 800 എടുക്കാൻ കുറെ പൈസ. അപ്പൊ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു, കാരണം എന്നെ പ്രായം കൊണ്ട് പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർമാർ 10 ആൾക്കാരല്ല, കാരണം 24 വയസ്സാണ്.
അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞത് എന്ത്, സാറേ പൈസ ആയിട്ട് ഒന്നും ലോകത്ത് മേടിക്കൂല, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ തൽക്കാലം കാർ എടുത്തോളി. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ലീഡർമാർക്ക് കൽപ്പിച്ചു. ഞാൻ പറഞ്ഞത് എന്റെ മെന്റേഴ്സൊക്കെ അതിന് വ്യക്തമായിട്ടൊരു അടിത്തറ പാകിയിട്ടുണ്ട്. ഇസ്മാൽ സാർക്ക് ഒരുപാട് ഉപദേശം. ഞാൻ പറഞ്ഞത് ഒരു കാർ എങ്ങനെയാണ് എടുത്തത്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആളെ കിട്ടിയിട്ട് പ്രോഗ്രാമൊക്കെ കൊണ്ടുവരലുണ്ടാവില്ല. നിങ്ങൾ സാധനം എടുത്ത ഓട്ടോമാറ്റിക് നിങ്ങൾ ആളെ കൊണ്ടുവരും. കാരണം അറിയോ, ഒരു ഒരു ഉദാഹരണം 650 രൂപ ടിക്കറ്റ്. അപ്പൊ നിങ്ങൾ 10 ടിക്കറ്റ് എടുത്താൽ 6500 രൂപ നിങ്ങൾ പോക്കറ്റിൽ നിന്നാണോ അഡ്വാൻസ് കൊടുക്കണം. 6500 മലയാളി ചെലവഴിച്ച മലയാളി ആരും കൊക്കിനെ പിടിച്ചിട്ടാണ് പ്രോഗ്രാം കൊണ്ടുവരും. കാരണം അറിയോ, 6500 രൂപ പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ വിചാരിച്ചാൽ പ്രോഗ്രാമുകൾ എന്താവും, ആൾക്കാരെ കൊണ്ടുവരും. ഇനി നഷ്ടമായാൽ പോലും എന്ത് നഷ്ടം? ഞാനിപ്പോ ഇന്നലെ ഡിസ്ട്രിബ്യൂട്ടർ ചോദിച്ചു. ആ ഡിസ്ട്രിബ്യൂട്ടറെ പറഞ്ഞിട്ടുള്ളൂ ഒരു 95 സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു, അഥവാ 95 സ്റ്റോക്ക് ചെയ്ത് കാരണം 95 അയാൾ മേടിച്ചില്ലെങ്കിൽ 95 മിസ്സാവില്ല വെച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചു? കാരണം ഇന്ന് 95 ആകെ വില 3245 രൂപ. ഈ രൂപ വരുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്ക് എവിടെ നഷ്ടമാണ്? 1 വർഷം 95 എക്സ്പയർ ഡേറ്റ് ഉണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ വിചാരിച്ചു നോക്കി, നിങ്ങൾ കൊറോണ സമയത്ത് എത്ര ആൾക്കാർ എത്ര സാധനം എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കടയിൽ നിന്ന്, എത്ര കോടികൾ നഷ്ട, എത്ര ലക്ഷങ്ങൾ നഷ്ട. അതുപോലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ ടിക്കറ്റ് എടുത്തിന് അഥവാ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ല, അതായത് നിങ്ങൾ എന്ത് ചെയ്യില്ല, ആളുകൾ വിചാരിച്ച മാർക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആൾക്കാർ പൈസ കൃത്യമായി തന്നില്ല എന്തോ. അപ്പൊ ഞാനൊക്കെ നിങ്ങൾ കറക്റ്റ് എന്താ ചങ്കര് കൈയിട്ട് കണ്ട് മാന്തു. അപ്പൊ പൈസ കിട്ടാതിരിക്കില്ല, നിങ്ങൾ സ്വഭാവം പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അഥവാ പൈസ മിസ്സായാൽ, കാരണം എന്നെ പണ്ട് മുതലേ പഠിപ്പിച്ച കോളേജിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ശിഷ്യനായി വളർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, ഇനി നിങ്ങൾ എന്ത് ചെയ്തു, പൈസ കിട്ടിയില്ലെങ്കിൽ നഷ്ടമായി തോന്നി. എന്ത് നഷ്ടം? നിങ്ങളെ കൂടെ ആ ടിക്കറ്റ് 10 എടുത്ത് കണ്ട് ഒരു വ്യക്തി വന്നാൽ പോലും, അല്ലെങ്കിൽ 10ൽ 5 വന്നു, 4 തല തിരിഞ്ഞു പോയി, ഒന്ന് നന്നായാൽ കോടികൾ ആസ്തിയാണ്. എന്ത് പറയാൻ കാരണം, നിങ്ങൾ എന്ത് ചെയ്തു, ടിക്കറ്റ് സെല്ലർ ആവണം. ഏത് പ്രോഗ്രാം വരുമ്പോഴും ലീഡർമാർ ചങ്കൂട്ടൽ കൊടുക്കാൻ, സാർ ഇത്ര ടിക്കറ്റ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടീമില് ഞാൻ ആ ചങ്കൂട്ട് ഏറ്റെടുത്തോണ്ട് ഇന്ന് ചങ്കൂട്ടിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും ടീമിൽ വന്നിട്ടുണ്ട്. ഓലങ്ങനെ ടിക്കറ്റ് പറയും, ഞാൻ അങ്ങനെ എടുത്തെടുക്കും. ഇത്ര പോയപ്പോഴും അന്ന് ഞാൻ ആ ചങ്കൂറ്റം കാണിച്ചു. ഇതുപോലെ നിങ്ങളുടെ ടീമിന് വാർത്ത എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചങ്കൂറ്റം കാണിക്കണം. ഒരു ഡിസ്ട്രിബ്യൂട്ട് ലെവലിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ 4 5 അല്ല 10 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കണ്ണും ചിമ്മി 10 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ആൾക്കാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മാർക്ക് നമ്മൾ ആദ്യം കാര്യം ചെയ്യാം. സാധാരണ നമ്മളെ എനിക്ക് ഓർമ്മയുണ്ട്, രതൻ ടാറ്റ പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്, ഞാൻ ഒരിക്കലും റൈറ്റ് ഡിസിഷൻ എടുക്കുന്നില്ല, ഡിസിഷൻ എടുത്താണ് അതിനെ റൈറ്റ് ആക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ആദ്യം അമ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ പോയി വട്ടം വരക്കേണ്ട സെന്റർ ആക്കുക. ഇത് ചെയ്താൽ മതി. ഇതുപോലെ ആദ്യം ടിക്കറ്റ് എടുക്കുക, ഇതിന്റെ ടിക്കറ്റ് ആൾക്കാരെ കൊണ്ടുവരാം. അതല്ലാതെ ആൾക്കാരെ കിട്ടി ടിക്കറ്റ് എടുക്കൽ ഉണ്ടാവില്ല. സോ സീരിയസ്ലി നിങ്ങൾ പ്രോഗ്രാംസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രോഗ്രാംസ് ആണ്. ഏത് പ്രോഗ്രാം വരുമ്പോൾ മുമ്പിലിരിക്കണം. പിന്നെ ചില പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടല്ലേ, നമ്മളെപ്പോഴും പണ്ട് മുതൽ പഠിക്കുമ്പോൾ തന്നെ ബാക്ക് ബെഞ്ചാണ്. പ്രോഗ്രാമിന് ഏറ്റവും വലിയ മൂല നോക്കും അല്ലെ, കാറ്റില്ലാത്തല് കാറ്റുള്ള മൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആദ്യം വേണ്ടത് നിങ്ങൾ മുമ്പിൽ പോയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് അല്ലെ, സഫുൽ അവൽ അഫ്ദലുഹ എന്ന് പണ്ട് ആരോ പറഞ്ഞ പോലെ ആദ്യത്തെ സഫാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായത്. കാരണം കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഇരിക്കുക. അതുപോലെ തന്നെ ബുക്കും പേനും അല്ലെ, പല ആൾക്കാർ അന്നദാന പരിപാടിക്ക് വരുമ്പോൾ പരിപാടിക്ക് വരില്ല. ഞാൻ പറഞ്ഞ FS ഉണ്ട്, FS വരുമ്പോഴൊക്കെ ഒരു ബുക്കും പേനും കൊണ്ടുവരാം. കാരണം നമ്മൾ വരുന്ന എന്തിനാണ്, കുറച്ച് കാലം എഴുതി തീർക്കാൻ. ഞാൻ പറഞ്ഞത് ജനറലി പറയാണ്, ഒരു ബുക്കും പേനും കൃത്യമായി കിട്ടുന്ന എല്ലാ അറിവുകളും എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം ഉപകരിക്കും. ഞാനൊക്കെ ഏകദേശം 5-8 ടയർ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. കാരണം ബുക്ക് എഴുതിയതല്ല, നോട്ടുകൾ ചെയ്തിട്ടുണ്ട്. കേട്ടാൽ തന്നെ കേട്ടാൽ വീണ്ടും വീണ്ടും എഴുതിയിട്ടുണ്ട്. ആ മൈൻഡിലേക്ക് എന്താ അടിച്ചു കയറും ഈ സാധനം. അപ്പൊ നിങ്ങളെ അറിവുകൾ എവിടുന്ന് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. പ്രോഗ്രാംസിൽ പ്രത്യേകിച്ച് നിങ്ങൾ GTS വരുമ്പോൾ ബുക്ക് കൊടുക്കുള്ളൂ. പല ആൾക്കാരും സാറ് GTS വരുമ്പോൾ ബുക്കുമാണ് ചോദിക്കുന്നത്. അപ്പൊ GTS കൂടാൻ എന്താ, ഞാൻ പല അപ്ലൈൻ ലീഡേഴ്സിന്റെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട്. GTS വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാരണം അവിടുന്ന് കിട്ടുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യാം അല്ലേ, പോയിന്റുകൾ എഴുതി വെക്കാം. സോ സീരിയസ്ലി നിങ്ങളൊരു പ്രോഗ്രാം പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകാം. അപ്പൊ നേരത്തെ കാലത്ത് പോകാം. പലപ്പോഴും നമ്മൾ പണ്ട് പഠിച്ച ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളൊക്കെ പഠിച്ച ഒരു സ്വഭാവമാണ്, നേരം വൈകി പോവാ, നേരത്തെ തിരിച്ചു പോരാ. ഈ പരിപാടി ആകരുത്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ആ പ്രോഗ്രാമിൽ നിന്ന് ആ ഹോള് വിട്ട് ലാസ്റ്റ് പോകുന്ന വ്യക്തി ആരാവണം, നമ്മളാവണം. കാരണം ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗോട് ജയിച്ച എല്ലാ ലീഡർമാരും ഒരു ക്വാളിറ്റി അതായിരുന്നു. ഏറ്റവും നേരത്തെ അയാൾ പ്രോഗ്രാമിൽ എത്തിയിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോണ വ്യക്തി അയാളായിരുന്നു. ഒരു ക്വാളിറ്റിയാണ്.
അപ്പൊ ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, കാരണം നമ്മൾ എല്ലാം മാറ്റി വെച്ച് ഈ ബിസിനസ്സിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും കിട്ടാത്തൊരു രീതി ഈ ബിസിനസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ബിസിനസ് ഏറ്റെടുത്തത്. എന്നിട്ട് നമുക്ക് തീരെ സമയമില്ല. നമ്മളൊരു പ്രോഗ്രാം ഇരുന്നാൽ നമുക്ക് എന്താവും, പിന്നെ പണ്ടൊരു ചങ്ങായി പറയാൻ എന്തോ അല്ലേ, ഒരു ഹാഫ് പത്തക്കമായി ഇരിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇരിക്കാറ് അല്ലേ. അത് മാറ്റിയിട്ട് നമ്മൾ ഫുൾ എനർജിയിൽ അവിടെ ഇരിക്കണം. അത് കൃത്യമായി കഴിഞ്ഞിട്ടേ പോരുള്ളൂ. അത് നിങ്ങൾ ആദ്യം അറിയിക്കണം. ഞാനൊക്കെ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാറ്റസ് ഇടും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ. എന്ത് ഇനി ഇനി ഈ സമയം മുതൽ ഈ സമയം വരെ എന്നെ വിളിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ആരും വിളിക്കണ്ട, വേണ്ട മെസ്സേജ് അയക്കാം. ഇത് സ്റ്റാറ്റസ് ഇട്ടാൽ മതി, നമ്മളെ കാണുന്നവർക്ക് കണ്ടോളൂ. പിന്നെ ബുദ്ധിയുള്ള ആരും വിളിച്ചൂല. അപ്പൊ ഞാൻ പറഞ്ഞാല് അത്ര അർജന്റിനെ വിളിക്കാന്നുള്ളത്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യാം, കാരണം ഇത് എന്റെ സമയമാണ്, എന്റെ ജീവിതത്തിൽ വിലപ്പെട്ട സമയം. ഞാൻ കൊടുക്കുന്ന ഇന്നാലിന്റെ പ്രൊജക്റ്റിനാണെങ്കിൽ ആ പ്രോഗ്രാം വിലപ്പെട്ട സമയമാണ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കേട്ട് അതിൽ നിന്ന് എഴുതി വെക്കേണ്ടതും അത് ഉൾക്കൊള്ളേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാമുകൾ എന്ത് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് നോട്ട് ചെയ്യാൻ, നേരത്തെ കാലത്ത് എത്തുക, ഏറ്റവും ലാസ്റ്റ് പോരുന്ന ആളെ നിങ്ങളായി മാറണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. അവരവിടെ കൊണ്ടുവന്നിട്ട് അവർ എത്തുന്നത് വരെ വിളിച്ചുകൊണ്ടേയിരിക്കണം. പല ആൾക്കാരൊരു പ്രശ്നം നമ്മളൊരു പ്രോഗ്രാമിലേക്ക് അറിയിക്കുമ്പോൾ ഒരു മെസ്സേജാ എന്ത് വിചാരിക്കും, അയാൾ വന്നോളും. അങ്ങനെ ആരും ലോകത്ത് വന്നിട്ടില്ല. നമുക്ക് ഓർമ്മ സ്റ്റാർട്ടിങ് നമ്മൾക്ക് പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോൾ ചില ട്രൗസറും കുപ്പായൊക്കെ നമുക്ക് ഇട്ട് കൊണ്ടുവരണം. കാരണം അയാൾ നീച്ചിട്ടുണ്ടാവില്ല. എണീക്കാത്ത ആളെ കുളിപ്പിച്ച് മാറ്റി എല്ലാം കേച്ചുകാടെ വീട്ടിൽ കയറി. ഞാൻ ലേഡീസിനെ ഉദ്ദേശിക്കേണ്ട, ജെൻസിനാണ്, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയണത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് ടൈമില് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. വണ്ടി ഏൽപ്പിച്ച് കണ്ട് 0 ആൾക്കാരായിട്ട് നമ്മൾ മടങ്ങിയിട്ടുണ്ട്. 0 ആൾക്കാരായിട്ട് ആരുമില്ലാതെ നമ്മൾ മാത്രം പോയിട്ടുണ്ട്. ഇതിങ്ങനെ പോയി 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 ഞാൻ ഉറപ്പിച്ചു, പടച്ചോ ഞാൻ തോക്കൂല, നിങ്ങൾ തോറ്റാൽ ഞാൻ തോക്കൂല. ഐ മീൻസ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ തോക്കൂല എന്ന് ഞാൻ തീരുമാനമെടുത്തപ്പോ എന്റെ താഴെ നിന്ന് വണ്ടി വിളിച്ചു വരുന്ന ആൾക്കാർ വന്നു. അതിന് ബറി ബ്ലാസ്റ്റിന് 8 ബസ്സും ഉണ്ട്. 8 ബസ്സും ഒരു വാനും ഉണ്ട്. ഞാൻ പറയാൻ കാരണം അന്ന് ഒരു ബസ് വിളിക്കാൻ പോലും ചങ്കൂട്ടം കാണിച്ചതുകൊണ്ടാണ് എന്തായത് അത് പറ്റിയത്. അന്ന് ഞാനൊരു ബസ്സിലെ വ്യക്തിയായിരുന്നു. അപ്പൊ പ്രോഗ്രാം വരുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണം അല്ലെ, കണ്ണും ചിമ്മി പ്രൊമോട്ട് ചെയ്യണം. അതല്ലാതെ പേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. പോയാൽ പോക്ക് കുറെ പൈസ നമ്മൾ നഷ്ടപ്പെട്ടില്ലേ. എനിക്ക് ഓർമ്മ പഠിക്കുന്ന സമയത്ത് 42,000 റുപ്യ ഞാൻ എന്തോ സാധനം അടിച്ചുകൊണ്ട് കൊടുത്ത ആളാ. പഠിക്കുന്ന സമയത്ത് 5 പൈസ കയ്യിലില്ല. ഇങ്ങനത്തെ പല ബുദ്ധിമോശങ്ങളും നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. സോ പൈസ നഷ്ടം എന്തിന് ബിസിനസ്സിൽ അല്ലേ, ആ നഷ്ടം വിചാരിക്കരുത്. കാരണം ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഇതിൽ ഉണ്ടാകും. അപ്പൊ അതിൽ പെട്ടെന്ന് പ്രോഗ്രാംസുകളൊക്കെ. അതിന്റെ നാലാമത്തെ കാര്യം, കുറെ സമയമായി, സോറി, പെട്ടെന്ന് നിർത്താം. ഓക്കെ, 2 കാര്യം കൂടി പറയാനുണ്ട്. നാലാമത്തെ 5 ഫിംഗേഴ്സ് ടൂൾസ് നാലാമത്തെ കാര്യമാണ് നമ്മളെ തൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നതാണ് നമ്മളെ പ്രോഡക്റ്റ് യൂസിങ് ആൻഡ് സെല്ലിങ് അല്ലെ. അതിൽ ഫസ്റ്റ് പറഞ്ഞ യൂസിങ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഫസ്റ്റ് കാര്യം എടുക്കും വേണ്ട. ചില പ്രൊഡക്റ്റ് വാങ്ങാൻ വെക്കുക, ഇത് നമ്മള് തെരുവ് കച്ചവടം പോലെയാണ് അല്ലെ. തെരുവ് കച്ചവടം ഒന്നെടുത്താൽ 10, 10 എടുത്താൽ 100, ഈ രീതിയിലുള്ള കച്ചവടം. ഇത് ചെയ്യണ പരിപാടിയിലെ മൈ ലൈഫ്. ഞാൻ ചോദിക്കണം, പൈസ വന്നിട്ട് നിങ്ങൾ ആരോഗ്യം ഉണ്ടാക്കൂല. എഴുതി വെച്ച പോയിന്റ് എഴുതിച്ചോളി. ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, പൈസ വന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കുവോ? പൈസ കടം മേടിച്ചെങ്കിൽ ആരോഗ്യം ഉണ്ടാകും. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് നിങ്ങൾ ഇവിടുന്ന് പൈസ കൊടുക്കും. എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, അതൊക്കെ എന്റെ എക്സ്പീരിയൻസ് ആണ്. 3000 റുപ്യ കീശയിലുള്ള സമയത്ത് കിഴിയാറ്റൂർ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ വൈഫിന് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഫിക്സ് വന്നു. ഫിക്സ് വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാനി വരുന്നത് 3000 റുപ്യ കീശയിൽ ഇട്ടുകൊണ്ടാണ്. ഓട്ടക്കീശയില് 3000 രൂപ ഇട്ടുകൊണ്ട് ഞാൻ ഓടി വരികയാണ്. ഓടി വന്ന് MES നിന്ന് മൗലാനയിലേക്ക് മാറി മാറി കയറി അവസാനം 16 മണിക്കൂറിന് വൈഫിനെ ഡിസ്ചാർജ് ചെയ്തപ്പോ 30,000 രൂപ ബില്ല് അടച്ച വ്യക്തിന്റെ പേരാണ് ജുനൈദ്. പൈസ ഉണ്ടായിട്ട് ആരും ആരോഗ്യം ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആരോഗ്യം ഒരു കവചപ്രാശ്, ഒരു 95 ഒന്ന് വാങ്ങാൻ നമ്മളെ കൂടെ കഴിയണമെങ്കിൽ നമ്മളിത് അങ്ങനെ വിൽക്കും. കാരണം നമുക്ക് തന്നെ പൈസ അധികമാണ്. എന്റെ ലീഡർ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന പ്രോസ്പെക്ട് പറയാൻ ഡിസ്ട്രിബ്യൂട്ടർ പറയാനത് ഇത് വില കൂടുതൽ പറയുമ്പോ ചങ്കോട്ടത്തോട് കൂടി നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നത് ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. നമ്മുടെ കവചപ്രാശെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കേണ്ട ഒരു വ്യക്തി. ഒരു 95 ഒരു 3 മാസം കൂട്ടുമ്പോൾ ഉപയോഗിക്കണ്ടേ, വേണ്ട വർഷത്തിലൊന്ന് ഉപയോഗിക്കണം. ഇത് നമുക്കുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കും. അപ്പൊ പ്രൊഡക്റ്റ് യൂസിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ സെല്ലിംഗ് ആണ്, പ്രൊമോട്ടിംഗ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം. അതാണ് 4ാമത്തെ ക്വാളിറ്റീസ്. ഞാൻ അതുകൊണ്ട് 5 കാര്യം പറഞ്ഞു വെച്ചാൽ ഈ 5 കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ലോകത്ത് കോടീശ്വരനാകാൻ പറ്റും ഈ ബിസിനസ്സിൽ. കാരണം ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ ഈ കാര്യമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. 4ാമത്തെ കാര്യം പ്രൊഡക്റ്റ് യൂസിങ് സെല്ലിംഗ് ആണ്. അപ്പൊ അത് നിർബന്ധമായി ചെയ്ത് നമുക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുണ്ട്, നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുണ്ട്. ആയുർവേദത്തിന് അറിയപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയ യൂറോപ്യൻ സ്റ്റൈലിലേക്ക് സ്റ്റാൻഡേർഡ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് തിരിച്ചറിഞ്ഞൊന്നും അറിയില്ല. ഇത് ഉപയോഗിക്കാതെ നമ്മൾ പിന്നെ ഏതാ ഉപയോഗിക്കുക? ഇത്ര നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്നലെ വണ്ടി കഴുകിയിട്ട് തിരിച്ചു വരുമ്പോൾ ബംഗാളി ചോദിച്ചു വാങ്ങി ഒരു ഫെയർനെസ് ക്രീം, ഒരു ഫേസ് വാഷ്.
അതിന്റെ കൂടെ ഞാൻ ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു. വണ്ടി സർവീസിന് കൊടുത്തുകൊണ്ട് വരും. ഞാൻ പറയാൻ കാരണം എവിടെ ഉൽപ്പന്നം പോകും, അതിന് എന്ത് വേണം? കോൺഫിഡന്റ് കിട്ടണമെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക്, യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കാനും ഫാസ്റ്റായി പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാക്സിമം ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. 4ാമത്തെ പോയിന്റ്. 5ാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്ലൈൻ ഓർ മെന്റർ കൗൺസിലിംഗ് ആണ്. നമ്മൾക്ക് അറിയാൻ പറ്റും, ഇത് അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ള. ഇതുപോലെ നിങ്ങൾ അറിയുന്ന രീതിയിൽ നമ്മളെ അപ്ലൈൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ മെന്റർ കൗൺസിലിംഗ്. കാരണം നമ്മളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളൊന്നും എന്തല്ല, എല്ലാം തികഞ്ഞവരല്ല. ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആരും പെർഫെക്റ്റ് അല്ല. ദൈവം മാത്രമാണ് പെർഫെക്റ്റ്. നിങ്ങൾ വിശ്വാസാన్ని വിശ്വസിക്കുന്നുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. ഒരു ലീഡർമാരും ആരും പെർഫെക്റ്റ് അല്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടർമാരും പെർഫെക്റ്റ് അല്ല. ഐ മീൻസ് അവർ മോശം എന്നല്ലാട്ട് പറയുന്ന അർത്ഥം ഞങ്ങൾ നെഗറ്റീവായി ചിന്തിക്കണ്ട. എല്ലാവർക്കും ചെറിയ ചെറിയ ക്വാളിറ്റീസിൽ കുറവുണ്ടാവും അല്ലേ? അതുകൊണ്ട് നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആവാൻ നോക്കുക. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കഴിയാത്തൊരു കാര്യത്തിന് ആരുടെ സഹായം തേടാൻ പറ്റും? ഒരു മെന്ററുടെ അല്ലെങ്കിൽ അപ്ലൈന്റെ. അവിടെ എല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു ബുദ്ധിയോട് കൂടി ആരും ചിന്തിക്കരുത്. കാരണം ഈ ബിസിനസ്സിൽ ഇപ്പൊ നമ്മളൊക്കെ അപ്ലയൻസ് ഒരു പക്ഷെ നമ്മളൊക്കെ അറിവുള്ള ആൾക്കാരാവാം, നമ്മൾക്ക് അറിവില്ലാത്തവരാവാം, നമ്മളൊക്കെ പ്രായം കുറഞ്ഞവരാവാം, പ്രായം കൂടിയവരാവാം. ദർ ഇസ് നോ മാറ്റർ. നമ്മളെക്കാൾ ഒരു ദിവസം മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈൻ ആണ്. ഐ മീൻസ് നമ്മളെക്കാൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി സീരിയസ് ആയി ചെയ്യുന്ന നിങ്ങളുടെ ഒരു അപ്ലൈൻ ഏറ്റവും നല്ല മെന്ററാക്കാൻ പറ്റുന്നത് STC എന്ന പോലെ ലീഡർമാരെയാണ്. അങ്ങനത്തെ ഒരാളെ മെന്റർഷിപ്പിൽ എടുത്ത് ആ മെന്റർഷിപ്പിൽ കൃത്യമായിട്ട് വളരാം. എന്നിട്ട് അവർ കൃത്യമായി പറയുന്ന രീതിയിൽ ചെയ്യുമാണ്. അപ്പൊ നമ്മൾ ഓരോ മാസത്തിലും ചുരുങ്ങിയതൊരു മെന്റർഷിപ്പ് ഇരിക്കണം, ഒരു 2 മണിക്കൂറെങ്കിലും. ഇനി മെന്റർ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോയി പോക്കുക, ഇത്രേ ഉള്ളൂ. ഐ മീൻസ് എങ്ങനെയെങ്കിലും മെന്റർഷിപ്പ് ഇരിക്കണം. നമ്മുടെ ആവശ്യമാണ് മെന്റർഷിപ്പ്. ആ രീതിയിൽ ഇരിക്കുക. ഓരോ ആഴ്ചയിലും അപ്ലയൻസുമായി കൗൺസിലിംഗ് ചെയ്യണം. അപ്ലയൻസ് നിങ്ങൾക്ക് പ്രോപ്പർ അപ്ലയൻസ് ഉണ്ട്. മെന്റർ അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു പ്രോപ്പർ അപ്ലയൻസ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ എല്ലാത്തിനും വരുന്ന ഒരു അപ്ലയൻസ് ഉണ്ടാവും. അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവരെ കൗൺസിലിംഗ് നിർദ്ദേശം വാങ്ങണം. അതല്ലാതെ എന്നെ കൊണ്ടെല്ലാം കഴിയും, കുറച്ച് അറിവ് കിട്ടുമ്പോൾ പൊതുവെ എല്ലാവർക്കും തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ സാമാന്യ വിദ്യാഭ്യാസം പഠിച്ച ആൾക്കാരാണ്. ഞാൻ പറയുന്നത് നമ്മളെക്കാൾ അറിവില്ലാത്തവരുണ്ടാവുന്നുള്ളതല്ല, പക്ഷെ ഞങ്ങള് അങ്ങനത്തെ ലോകത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ചെറിയ അറിവ് മൈ ലൈഫിൽ കിട്ടുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയോ ആയെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ അപ്ലയൻസുമായിട്ടും മെന്ററുമായിട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൗൺസിലിംഗ് നടത്തണം. അറിവുകളെ വീണ്ടും വീണ്ടും പഠിക്കണം. അറിവുകൾ കിട്ടും തോറും തികയാത്തൊരു സാധനമാണ്. ബഹറാണ് അറിവ്, സാഗരമാണ് വിജ്ഞാനം. ഈ വിജ്ഞാനത്തിന് എത്രയും കോരിയെടുക്കാം. അത് നിങ്ങൾക്ക് എത്ര വേണം അത്രത്തോളം കോരിയെടുക്കാം. ഇനി കുറെ കേട്ട് വെച്ചിട്ട് ഒരിക്കലും എന്താവണില്ല, മൈൻഡിൽ നിന്ന് പോവില്ല. ഓക്കെ, അവർ കാര്യപാത്രവുമായിട്ട് നമ്മൾ എന്താ ഒരു മെന്റർ മുമ്പിൽ ഇരിക്കണം. ഒരു മാസത്തില് ഒരിക്കലെങ്കിലും, ഓരോ ആഴ്ചയിലും നിങ്ങളെ അപ്ലയൻസുമായിട്ട് ഇരിക്കണം. ആ മെന്റർഷിപ്പിൽ വരുന്നൊരു അപ്ലൈൻ, നിങ്ങളുടെ മെന്റർ ആണോ ആ മെന്റർഷിപ്പിൽ വരുന്നൊരു അപ്ലൈൻ, അതാകുമ്പോൾ ഒന്നുകൂടി കണക്റ്റഡ് ആവും. അങ്ങനത്തെ ഒരു അപ്ലയൻസുമായിട്ട് ഇരിക്കണം. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചോദിച്ചറിയണം. നിങ്ങൾ ഓരോ കാര്യം എല്ലാം റെഡിയാണ്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളൊക്കെ പ്രവാചകന്മാരിലൊക്കെ കണ്ടൊരു സംഭവമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരിലൊക്കെ കണ്ട സംഭവമാണ്. എന്ത് കാര്യം ഷാവിറൂഫിൽ അംരി എന്ന് പറയാറുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ മുഷാവറ ചെയ്യണം, അല്ലെ? കാര്യങ്ങൾ വലിയ സംഭവമാണ്. കാരണം നിങ്ങൾ അതിൽ ചർച്ച ചെയ്യുമ്പോഴാണ് എന്താ ഉള്ളൂ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ എല്ലാം ശരിയായിരിക്കാം, പക്ഷെ ഒന്നുകൂടി മുഷാവറ നടത്തുമ്പോൾ, ഒന്നുകൂടി കാര്യം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കിടുമ്പോൾ നല്ല നല്ല പുതിയ പുതിയ അറിവുകൾ കിട്ടും, പുതിയ പുതിയ ആശയങ്ങൾ ഉദിക്കും, അല്ലെ? ഇപ്പൊ ഞാനൊക്കെ എന്റെ ലീഡർമാർ മുതൽ എല്ലാ ലീഡർമാരും ഞാൻ കണ്ടൊരു സ്വഭാവമാണ്. ഇപ്പൊ അൽത്താഫ് സാറായാലും, നിഷാന്ത് സാറായാലും, മനോജ് സാറായാലും, ഈവൻ ഇസ്മായിൽ സാറായാലും. മനോജ് സാർ നിങ്ങൾ ആലോചിച്ച് ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. എന്നിട്ടെന്താവും? ബെറി ബ്ലാസ്റ്റ് നടത്തുമ്പോൾ, ബെറിയുടെ നടത്തുമ്പോൾ എന്താവും? RTCനെ പോലെ ലീഡർമാരുമായിട്ട് ഇരിക്കും, അല്ലെ? അല്ലെങ്കിൽ NTCനെ പോലെ ലീഡർമാരുമായിരിക്കും, അല്ലെങ്കിൽ STCനെ പോലെ ലീഡർമാരുമായിട്ട് ആയിരിക്കുന്നത് നമ്മളൊക്കെ ഫൗണ്ടർ. അതാണ് ഷാവിറൂഫിൽ അംരി. ഓരോ കാലത്തും മുഷാവറ നടത്തും. അതല്ലാതെ ഞാൻ പ്രോഗ്രാം ഞാൻ തന്നെ അല്ലാതെ ഞാൻ തന്നെ ആയാലും, പണ്ട് നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് ഫിലിം ചെയ്തായിരിക്കും, ഞാൻ തന്നെ ക്യാമറമാൻ, ഞാൻ തന്നെ ആക്ടർ, ഞാൻ തന്നെ ഹീറോയിന്, ഞാൻ തന്നെ സംവിധായകൻ, ഞാൻ തന്നെയാണ് രചയിതാവ്. ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ആവരുത്. എന്ത് കാലത്തും ചർച്ചകൾ എന്താവണം? ചെയ്യണം. കാരണം നമുക്ക് അറിയാത്ത ചോദിക്കാൻ മാത്രമല്ല, അറിവുള്ളതും ഒന്ന് ചോദിച്ചെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഈ രീതിയിൽ എന്ത് ചെയ്യണം? കാര്യം ചെയ്യണം. ഈ 5 കാര്യം ഏകോപിക്കുമ്പോൾ നമ്മുടെ ബുക്ക് റീഡിങ്, ഓഡിയോസ്, വീഡിയോസ്, പ്രോഗ്രാംസ്, പ്രൊഡക്റ്റ് യൂസിങ്, സെല്ലിങ്, പ്രൊഡക്റ്റ് നോളജ് ഒക്കെ അതിൽ വരണം. അതേ സമയത്ത് അപ്ലൈൻ ഓർ മെന്റർ കൗൺസിലിംഗ്, അല്ലെ? ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ, ഈ 5 കാര്യങ്ങൾ ഏകോപിക്കുമ്പോൾ ഒരു മനുഷ്യർക്ക് ഈ ബിസിനസ്സിലൂടെ ജയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫിംഗേഴ്സ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ മറക്കാതിരിക്കാം. അത് അല്ലെ 5ഓട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് ബിസിനസ് ആരംഭിക്കണം. ഇതുവരെ ഇതൊക്കെ മൈനസ് ഇല്ലാൻ പറഞ്ഞ ഒരു മനുഷ്യനും പെർഫെക്റ്റ് ഒന്നല്ല. അപ്പൊ എന്താണ് കുറവുള്ള ആൾക്കാർക്ക് അത് എന്ത് ചെയ്യുക? കുറവ് നികത്തി ഓരോ ദിവസവും തന്നെ ഹാസിബു ഖബലൻ ഹാസിബു എന്ന് പറയും പോലെ നിങ്ങൾ സ്വന്തമായി ഓരോ ദിവസവും വിചിന്തനം ചെയ്യുക.
നിങ്ങളൊന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. ഒന്ന് എല്ലാ ദിവസവും എന്നിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഞാൻ ഇന്നത് എത്ര മണിക്കൂർ ചിലവഴിച്ചു. നമുക്ക് സാധാരണ ഡയറി ചെയ്താറുണ്ട് അല്ലേ? ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് കണ്ട് ഓരോ ദിവസവും ചെയ്ത വർക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഗണ്ണിക്ക്, ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസിങ് ചെയ്യും. രാത്രി ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് എന്റെ കുറവ് വന്നത്, ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് തെറ്റുകൾ പറ്റിയത്. ജസ്റ്റ് ഓരോ ദിവസവും എന്ത് ചെയ്യും, ഓരോ ദിവസവും എഡിറ്റ് ചെയ്യും. അതാണ് പെർഫെക്ഷൻസ്. ഓരോ മനുഷ്യനും ഓരോ ദിവസവും ഞാൻ ചെയ്ത കാര്യത്തിൽ എന്ത് ചെയ്യണം, ഇടക്കിടക്ക് റീചെക്ക് ചെയ്യണം, അത് മെച്ചപ്പെടുത്തണം. അവിടെയാണ് നല്ല ക്വാളിറ്റി ലീഡർ ആയിട്ടാണ് വളരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും സ്നേഹമുള്ള, ബഹുമാനമുള്ള, അതേസമയത്ത് തന്നെ ഓരോ വ്യക്തിത്വയും കൂട്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ആരെയും ഒഴിവാക്കും വേണ്ട, ആരെയും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തുകയും ചെയ്യരുത്, ആരെയും ഓവറായിട്ട് തല കയറ്റുകയും ചെയ്യരുത്. ഒരു മിതത്വം അല്ലെ, തവസ്വത്ത് പാലിച്ചുകൊണ്ട് നല്ല ലീഡറായിട്ട് വളരുക. അതുകൊണ്ട് നാം പറയുന്നത്രേ ഉള്ളൂ. ഇവിടുന്ന് പെരുന്നാൾ വരുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിസിനസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത്, ഓണം വരുന്ന സമയത്തൊക്കെ ചില സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും. നോ മാറ്റർ, നിങ്ങളൊന്നും പേടിക്കണ്ട. കാരണം ഇതുപോലെ പല പെരുന്നാളുകളും പല ഓണങ്ങളും വിഷുകളൊക്കെ ഈ പറയുന്ന ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയി ഇറങ്ങിയ സമയത്ത് സ്ട്രഗിൾ വന്നതുകൊണ്ടാണ് പിന്നീട് അവിടെ പെരുന്നാൾ വലിയൊരു പെരുന്നാളിൽ ആഘോഷിക്കാൻ പറ്റിയത്. അതുകൊണ്ട് എല്ലാവർക്കും മുൻകൂട്ടി ഒരു അഡ്വാൻസ് ഈദ് മുബാറക്ക് നേർന്നുകൊണ്ട് എല്ലാവരോടും ഒറ്റവാക്കിൽ എല്ലാവിധ വിജയാശംസ നേർന്നുകൊണ്ട് താങ്ക് യു. വിഷ് യു ഓൾ സക്സസ് ആൻഡ് ബാക്ക് ടു MC ഹബീബ് സാർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അല്ലേ നമ്മളെ സിസ്റ്റത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സാറിന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഓൺലൈൻ കൈയടി കൊടുക്കാം. അതുപോലെ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ IPS മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.